അമ്മേ അമ്മേ അമ്മ നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു. എങ്കിൽ ഞാൻ പോയേക്കാം. പോയാ നാശം തലതെറിച്ചൊരു സമാധാനം തരൂല. തലതെറിച്ചവൻ പോയില്ല. മോനെവിടെ ഉണ്ടായിരുന്ന അമ്മ ഉറങ്ങിപ്പോയി. എനിക്ക് മനസ്സിലായി. അമ്മ എനിക്ക് നന്നായി. ഇല്ല ഞാൻ പടക്കം വാങ്ങിച്ച് പൊട്ടിക്കാനുള്ള പരിപാടിയായിരുന്നു. പടക്കോ? എന്തിനാണ്? എന്തെങ്കിലുമൊക്കെ ഒരു രസം വേണ്ടേ? ഓ മോൻ പറയണ പോലെ തന്നെ. ശരി. അല്ല അമ്മ എന്താ പുറത്തേക്കൊന്നും വരാത്തെ? ഈ മരുന്നൊക്കെ കഴിക്കണോടെ കൊണ്ട് അതിന്റെയൊക്കെ ഒരു ക്ഷീണം കാരണമാണ്. അല്ലാണ്ട് എന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നല്ലോ അല്ലേ? ഏയ് മോൻ എനിക്ക് ആവണിനെ പോലെ തന്നെയല്ലേ, അങ്ങനെയൊന്നുമില്ല. അല്ല അവനെ നമ്മക്ക് കണ്ടെടുത്ത കണ്ടല്ലോ. അപ്പൊ എന്നോട് അതേപോലെ തന്നെയാണോ? ഏയ് അവിടെ എനിക്ക് മോളെ പോലെ തന്നെയാ. അതവൾ എന്റെ അടുത്ത് പറയാറുണ്ട്. മോനിന്ന് പോകുന്നുണ്ടോ? ഇല്ല 5-6 ദിവസം കഴിഞ്ഞിട്ട് പോകും. ആണോ? അതെ പിന്നെ രാത്രി കുറച്ചുകൂടെ ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കും. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ഇല്ല. നമ്മള് പിള്ളേരൊക്കെ കൂടിയിട്ട് കുറച്ച് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ശരി ശരി നടക്കട്ടെ. ഇടയ്ക്ക് ഇറങ്ങാൻ അങ്ങോട്ട്. ശരി 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 എന്നാ. വൃത്തിയേട്ടൻ 5-6 ദിവസം കഴിഞ്ഞ് പോകുള്ളൂ. ഇതിനോടൊക്കെ എന്റെ കാര്യം തിരിക്കണ് സമാധാനം കെടുത്താൻ. റൊമാൻസ് വരുന്നടാ. എന്നാ ഇനി ഒട്ടും താമസിക്കണ്ട, പെണ്ണ് കെട്ടിക്കോ. അതെ ഞങ്ങൾ മാത്രം അനുഭവിച്ചാ പോരല്ലോ. അല്ല ഞാൻ ഉദ്ദേശിച്ചതേ ജീവിതത്തിലെ സന്തോഷവും സമാധാനം, അതാ ഞാൻ ഉദ്ദേശിച്ചത്. അല്ല ശരിക്കും നീ എന്താ ഇതുവരെ പെണ്ണ് കെട്ടാത്തത്? അത് അങ്കിളിന് പണ്ടത്തെ ക്രഷിനെ പോലെ ആരും പുതിയതായിട്ട് കിട്ടിക്കാണില്ല, അതല്ലേ കാരണം. സത്യം. നിനക്ക് എങ്ങനെ മനസ്സിലായി? ഇറ്റ്സ് കോൾഡ് കോമൺ സെൻസ്. ആവണേ ഇത് നിന്റെ ബുദ്ധിയാണ് കേട്ടോ. അപ്പൊ നിനക്ക് ആവണിയുടെ പോലത്തെ പെണ്ണിനെ കിട്ടിയാലേ നീ കെട്ടുള്ളൂ അല്ലേ? കെട്ടിച്ചാടാ. അതെ എന്നിട്ട് ഞാൻ കെട്ടു. എന്നിട്ട് ഞങ്ങൾക്ക് ജനിക്കുന്ന കുട്ടിക്ക് എന്റെ ചങ്കിന്റെ പേര് ഞാനിടും, ആവണി. അച്ഛൻ കേക്കണ്ട. ഞാനേ വേറൊരു കാര്യം പറയായിരുന്നു. നമുക്ക് നാളെ എല്ലാവർക്കും കൂടി ഒരു ട്രിപ്പ് പോയാലോ? പിന്നെന്താ, പോവാലോ. ഏട്ടത്തി ഞങ്ങള് നാളെ ബിസി ആണല്ലോ. എന്ത് ബിസി? ഒരു ബിസിയില്ല. എന്നാ ഞങ്ങള് ഫ്രീ ആവാം. നാളെ പറ്റില്ല, നാളെ ഒരു സ്ഥലം കാണാൻ പാട്ടി വേണ്ടതാണ്. ഉണ്ടാവാതെ സമ്മതിച്ചേക്ക്, അല്ലെങ്കിൽ ആ വട്ടം തലക്കിട്ടടിക്കും. ആണോ? എന്നാ ഫ്രീ ആക്കാം, നാളെ റെഡിയാണ്. അപ്പൊ ഈ ഫാമിലി സെറ്റ്. ഇനി നിന്റെ മോഹനേട്ടൻ? മോഹനേട്ടൻ ഓക്കെയാണ്, അതൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ചേരം കൂടെ എൻജോയ് ചെയ്യുന്നു. നാളെ രാവിലെ ട്രിപ്പ് സെറ്റ്. പ്ലാൻ ചെയ്, മോഹനായിട്ട് എല്ലാം ഓക്കെ ആക്കി തരാം. ഉറക്കൂല്ലേ മോഹന? എടാ മോഹന, അമ്മ അമ്മ ഇവരും ഉറങ്ങിയില്ലേ? എന്ത് ചെയ്യാനാമ്മേ? പറഞ്ഞു വിട്ടില്ലേ? എന്റെ അമ്മ മിണ്ടാതിരുന്നാ കുറച്ചേരം കഴിയുമ്പോ അവൻ ഇങ്ങ് പൊക്കോളും. അഥവാ ഞാനിപ്പോ എങ്ങനെ മിണ്ടാതെ ചെന്നാണ്ടല്ലേ അതും എന്ന് പറഞ്ഞോണ്ട് നേരം വെളുപ്പിക്കവൻ പോവൂല. ബഹളോട് എനിക്ക് ഉറങ്ങണ്ടേ? എന്താണ് നീ വീട്ടിൽ നടക്കണത്? എനിക്കറിയാൻ പാടില്ല അമ്മ. നിനക്കല്ലാതെ പിന്നെ വേറെ ആർക്കറിയാവുന്നത്? ഇനിയിപ്പോ എന്ത് ചെയ്യൂ? വായി മുടിച്ച് നിക്കണില്ല അവൻ. പോയി പറയാടാ അവനോട്. അമ്മ എന്നാ ഞാൻ ചെന്ന് പറയാല്ലേ? പിന്നെ പറയാണ്ട് ഞാൻ ഈ ഒച്ചക്കപ്പാടും വെള്ളത്തിന്റെ എങ്ങനെ ഉറങ്ങൂടാ? ഒച്ചക്കപ്പാടല്ല ഒച്ചപ്പാട്. ഒച്ചപ്പാട് തന്നെ തലന്റെ സ്ഥിരത പോണേണ്. പോവാം. അല്ല ഞാൻ ചെന്ന് പറയാം, ഇപ്പൊ പറയാം. വില ഉണ്ടാവണ്ടേ മനുഷ്യന്? ഇങ്ങനെയുണ്ടോ ഒരു കളയും ചിരിയും ഈ പാതിരാത്രിക്ക്? എന്താണിത്? കട്ടപ്രാന്താ?